ഇന്നത്തെ അറിയിപ്പുകൾ. ടിക്കറ്റ് നിരക്കുകളിൽ വൻ ഓഫറുകളുമായി എയർ ഇന്ത്യ 2025 സെപ്റ്റംബർ 2 മുതൽ 7 വരെ തിരഞ്ഞെടുത്ത അന്താരാഷ്ട്ര റൂട്ടുകളിലേക്കുള്ള ബിസിനസ് ക്ലാസ്, പ്രീമിയം ഇക്കോണമി ടിക്കറ്റുകളിലാണ് ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആഭ്യന്തര അടിസ്ഥാന നിരക്കുകളിൽ 25%, അന്താരാഷ്ട്ര അടിസ്ഥാന നിരക്കുകളിൽ 10% കിഴിവ് എല്ലാ ക്യാബിനുകളിലും ലഭ്യമാണ്. ആകർഷകമായ ഓഫറുകളുമായി യാത്രക്കാരെ ആകർഷിക്കാൻ എയർലൈൻ ഒരുങ്ങുന്നുണ്ടെന്നാണ് ഇവ വ്യക്തമാക്കുന്നത്. പ്രീമിയം ഇക്കോണമി റിട്ടേൺ നിരക്കുകൾ 13,300 രൂപ മുതലും ബിസിനസ് ക്ലാസ് റിട്ടേൺ നിരക്കുകൾ 34,400 രൂപ മുതലുമാണ് ആരംഭിക്കുന്നത്. 2025 സെപ്റ്റംബർ 2 മുതൽ 7 വരെയുള്ള ബുക്കിംഗുകൾക്കാണ് പരിമിതകാല ഓഫർ ആരംഭിച്ചിരിക്കുന്നത്. എയർ ഇന്ത്യയുടെ വെബ്സൈറ്റ്, ആപ്പ്, വിമാനത്താവള ടിക്കറ്റിംഗ് ഓഫീസുകൾ, ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ട്രാവൽ ഏജന്റുമാർ എന്നിവയിലൂടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. യാത്രാ കാലയളവ് 2006 മാർച്ച് 31 വരെയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മിൽമയ്ക്ക് ഓണം ബമ്പർ. ശബരിമലയിലേക്ക് 170 ടൺ നെയ്യുടെ കരാർ ലഭിച്ചിരിക്കുകയാണ്. വിറ്റുവരവിലും സർവ്വകാല റെക്കോർഡുമായി മിൽമ. ഓണക്കാലത്ത് ഡബിൾ സെഞ്ചുറി അടിച്ചു മിൽമ. ശബരിമലയ്ക്ക് 170 ടൺ നെയ്യിന്റെ കരാർ മിൽമയ്ക്ക് ലഭിച്ചു. ഓണക്കാലത്ത് വിറ്റുവരവിലും സർവ്വകാല റെക്കോർഡാണിത്. ശബരിമല ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന് ഈ സീസണിലേക്ക് 170 ടൺ നെയ്യ് നൽകാനുള്ള കരാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മിൽമയ്ക്ക് നൽകുകയായിരുന്നു. ഒക്ടോബർ മുതൽ നെയ്യ് വിതരണം ആരംഭിക്കുമെന്ന് തിരുവനന്തപുരം മേഖലാ യൂണിയൻ ബോർഡംഗം മോഹനം പിള്ള പറഞ്ഞു. ഇതാദ്യമായാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മിൽമയിൽ നിന്നും നെയ്യ് വാങ്ങുന്നത്. മിൽമ കൊല്ലം ഡയറിയിലെ നെയ്യ് വിൽപ്പനയിലും റെക്കോർഡ് നേട്ടം കൈവരിച്ചു. കഴിഞ്ഞ ഓണക്കാലത്ത് 98 ടണ്ണായിരുന്നു വിൽപ്പന. എങ്കിൽ ഇക്കുറി ആഗസ്റ്റ് വരെ 127 ടൺ നെയ്യ് വിപണനം നടന്നു. തിരുവോണത്തോടെ 137 ടണ്ണായി വിൽപ്പന ഉയരുമെന്നാണ് പ്രതീക്ഷ. അതേസമയം തിരുവനന്തപുരം മേഖലാ യൂണിയൻ 2024-25 39.8 കോടി ലാഭം കൊയ്തു. ഇതിൽ കൊല്ലം മിൽമ ഡയറിയിൽ മാത്രം 12 കോടിയുടെ വിറ്റുവരവ് നേടി. ഓണക്കാലത്ത് ക്ഷീര കർഷകർക്ക് 4.8 കോടി രൂപ ഇൻസെന്റീവും നൽകി. മിൽമ പാൽ വിൽപ്പനയിലും വളർച്ച കൈവരിച്ചിട്ടുണ്ട്. 3.26 ലക്ഷം ലിറ്ററായിരുന്നത് ഇക്കുറി അത് 3.50 ലക്ഷം ലിറ്ററിലേക്ക് ഉയരും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വലിയ ശ്രേണി കൂടിയായതോടെ മിൽമ ജനമനസ്സുകളിൽ വലിയ ഇടം നേടുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.